പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിനെ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ ചെയ്യാതെ. ആമേൻ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഹല്ലേലൂയ വളരെ വ്യക്തമായിട്ട് ഗലാത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ്, നമുക്കറിയാം 14 ലേഖനങ്ങൾ എഴുതിയ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹേ ഗലാത്യരെ, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ഇത്ര വേഗത്തിൽ നിങ്ങളറിഞ്ഞ സത്യത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിപ്പിച്ച് കളഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഹല്ലേലൂയ. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ജാതികളോട് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിപ്പാൻ. കാരണം നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമ്മൾ യേശുവിനെ അല്ലെങ്കിൽ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായത്. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങളെ വിളിച്ച് വേർതിരിച്ച ഈ ക്രിസ്തുവിന് ഇത്ര വേഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങളെ മറിച്ച് കളഞ്ഞതാർ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വേറൊരു സുവിശേഷമല്ല. ഹല്ലേലൂയ, അത് ഹല്ലേലൂയ. ദൈവത്തിന് ഒരു സുവിശേഷമേ ഉള്ളൂ, ഒരു ദൈവരാജ്യമേ ഉള്ളൂ. ആ ദൈവരാജ്യമാണ് നീതിയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവരാജ്യം. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങളെ ആരാണ് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക്? അപ്പോൾ വേറൊരു സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ ഒരു സുവിശേഷം. ആ സുവിശേഷത്തിലേക്ക് നിങ്ങളെ മറിച്ച് കളഞ്ഞത് ആർ? ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. കാരണം പൗലോസ് പറയും, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. ആമേൻ. ഓ ഗ്ലോറി ടു ജീസസ്. ആ വിളിയെയാണ് നമ്മളിന്ന് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ ലൈഫിനകത്ത് നമ്മളെ ആ വിളിച്ച വിളിയെ മനസ്സിലാക്കാതെ നമ്മൾ വേറെ എന്തിലൊക്കെയൊക്കെ തിരിഞ്ഞു പോകുന്നൊരവസ്ഥ. കർത്താവ് പറഞ്ഞു, ആടുകളുടെ വേഷം പൂണ്ട് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ ചിലർ എൻ്റെ നാമം എടുത്ത് നിങ്ങളുടെ ഇടയിൽ വരും. ആ വരുന്നവരെ നിങ്ങൾ വചനത്തിനകത്ത് നിന്നുകൊണ്ട് അവരെ വേർതിരിപ്പി. വചനമാണ് നിങ്ങളെ സത്യത്തിലോട്ട് നയിക്കുന്നത്. അപ്പോൾ അസത്യമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെടുകയും വിശ്വാസഗോളത്തിൽ നിന്ന് വ്യതിചലിച്ച് ജനം സുവിശേഷം മനസ്സിലാക്കാതെ അവനവൻ്റെ താല്പര്യത്തിനൊത്തവണ്ണമുള്ള പ്രസംഗിക്കുന്ന സുവിശേഷത്തിലോട്ട് വീണു പോകുന്ന ഒരവസ്ഥ. നാം എഴുന്നേൽക്കുക. നാം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. നാം കർത്താവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ ജനനം മുതൽ നമ്മെ വേർതിരിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാണ് ഇന്ന് നാം ഓരോരുത്തരും. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് നിങ്ങളുടെ അടുക്കൽ എത്തണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. ആമേൻ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് തൻ്റെ മക്കളോട് സംസാരിക്കാനുള്ളൂ. അതുകൊണ്ടാണ് നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണാൻ കഴിയും, യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. തനിച്ചിരിക്കുമ്പോൾ അവൻ തൻ്റെ അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ വേർതിരിച്ചപ്പോൾ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിപ്പിൻ, നിങ്ങൾ ഇനി മനുഷ്യരെ പിടിക്കുന്നവരാക്കും.
ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏത് മേഖലകളായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനകത്ത് നിൽക്കുന്ന വ്യക്തിയാണോ അതിനെ കാര്യമാക്കാതെ വിളിച്ചിരിക്കുന്ന ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കകത്ത് ഉറപ്പോടെ നിൽക്കുമെങ്കിൽ നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വലിയ വിക്ടറി കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സുവിശേഷം നിമിത്തം ആരും നശിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. സുവിശേഷം നിമിത്തം ആരെയും നശിപ്പിച്ച് കളയാൻ ദൈവത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. സുവിശേഷം അറിഞ്ഞ വ്യക്തി, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന വ്യക്തി, ക്രിസ്തുവിനെ അറിഞ്ഞവർ, ലോകത്തിൻ്റെ വിക്ടറി ആയിട്ടുള്ള ചരിത്രമേ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് എഴുന്നേൽക്കുക. എല്ലാ മേഖലകളിൽ നിങ്ങളുടെ ഏത് കടഭാരമായിക്കൊള്ളട്ടെ, തലമുറയെക്കുറിച്ചുള്ള ഭാരമായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തിക മേഖലകളിൽ ഏതെങ്കിലും വിഷയത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യപരമായ മേഖലകളിൽ എല്ലാം ദൈവത്തിൻ്റെ അസാധാരണമായ വിക്ടറി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ വചനത്തെ മുറുകെ പിടിക്കുക, വചനത്തെ വിളിച്ചു പറയുക, എൻ്റെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന്. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.